ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പത്തിലത്തോരനാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ചെയ്യണേ. ഈ തോരന് വേണ്ട ഇലകൾ നമുക്ക് പറിച്ചെടുക്കാം. ഇതെല്ലാം ഇവിടുത്തെ പറമ്പിൽ നിന്ന് തന്നെ കേട്ടോ പറിച്ചെടുക്കുന്നത്. ഇത് സാമ്പാർ ചീരയാണ്. ഇത് നമുക്ക് പറിച്ചെടുക്കാം. ഇനി കുമ്പളങ്ങ ഇല പറിച്ചെടുക്കാം. ഇത് പൊക്കത്തിലായതുകൊണ്ട് തോട്ടി കൊണ്ട് പറിച്ചെടുക്കണം. ഇനി കുറച്ച് മുരിങ്ങയില പറിച്ചെടുക്കാം. മുരിങ്ങയില കർക്കിടകത്തിൽ കഴിക്കരുതെന്നാണ് പറയണത്. എന്നാലും കുറച്ച് തൂമ്പ് മാത്രം ഒരു 2-3 അല്ലി പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ചീര പറിച്ചെടുക്കാം. ഈ കമ്പിലുണ്ടാകുന്ന വേലിയിലൊക്കെ കാണില്ലേ ആ ചീര. പേരെന്താണെന്ന് ശരിക്കും എനിക്കറിയില്ല. അത് നമുക്ക് ഇതിലേക്ക് വയ്ക്കാം. എന്തായാലും ഈ പറമ്പിലുണ്ടാകുന്ന ഈ ചീര ഇത് നല്ല ഹെൽത്തി ചീര കേട്ടോ. അത് പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിന് കുറച്ച് പറിച്ചെടുക്കാം. ഇനി ഇത് ചൊറിയാത്തൊരിയുണ്ട് ചെമ്പിൽ കേട്ടോ. അത് തോരൻ വെച്ചാൽ ചൊറിയില്ല. ഇതിൻ്റെ ഒരു ഇല പറിച്ചെടുക്കാം. ഇതാ ഈ ചൊറിയുന്ന ഇലയില്ലേ, ചൊറിയുന്ന ഇല ഇത് പറിച്ചെടുക്കാം. ഇത് കർക്കിടകത്തിൽ നല്ലതാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു ചീര ഇല കേട്ടോ അത്. ഇനി മത്തനില പറിച്ചെടുക്കാം. മത്തനില കുറച്ച് കൂടുതൽ പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കാന്താരിമുളകിൻ്റെ ഇല കേട്ടോ. ഇതൊക്കെ തോരൻ വയ്ക്കും. ഇത് കുറച്ച് പറിച്ചെടുക്കാം. കുറച്ച് പറിച്ചിട്ടുള്ളൂ. നേരത്തെ പറിച്ച മത്തനിലയാണ്. അതിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ചീര ചായാമൻസ എന്ന് പറയുന്ന ചീരയാണ്. ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ചയുണ്ട്, അതാണ് ഇത്ര ഒച്ച കേൾക്കുന്നത്. ഇതിൻ്റെ കൂന്തിലയാട്ടോ ഞാൻ പറിച്ചെടുത്തിട്ടുള്ളത്. ഇതെല്ലാം 10 ഇല ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കാം. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഉള്ള വെള്ളച്ചാട്ടമാണ്. ഇതിൽ വെച്ചത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം. ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു വെള്ളച്ചാട്ടം കേട്ടോ. മഴക്കാലത്താണിത് ഉണ്ടാകാതെ 2 മാസം ഉണ്ടാകാറില്ല. ഇലകളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കാം. ഞാനൊരു കയ്യിൽ ഫോൺ വെച്ചിട്ടാണിത് കഴുകുന്നത്. അപ്പോൾ ഇത് ഫോൺ ഓഫാക്കിയതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം. അതിൽ പുഴുവോ ചെളിയൊക്കെ കാണും. അതൊക്കെ ഒന്ന് നല്ലപോലെ കഴുകിയെടുക്കണം. ഇത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനി ഒന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തതാണിത്. ഇതിനി മാറ്റി വയ്ക്കാം. നമുക്കിതിലേക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു മുറിയുടെ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, കുറച്ച് കാന്താരിമുളകും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. പച്ചമുളകാണെങ്കിൽ 2 3 ഒക്കെ ചേർത്താൽ മതി, നിങ്ങളുടെ എരിവിനനുസരിച്ച്. ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം മിക്സിയിൽ വെച്ച്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തോരൻ വയ്ക്കാൻ എപ്പോഴും നല്ല നാടൻ തോരനൊക്കെ വെളിച്ചെണ്ണയിലാട്ടോ നല്ലത്. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക്, ഒരു 2 ഉണക്കമുളകും കൂടെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ചേർത്ത് കൊടുക്കാം. അത് എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട്, ഉപ്പ് കൂടി പോകരുത്, ഇല ചുരുങ്ങി വരുന്നതുകൊണ്ട് കുറഞ്ഞ ഉപ്പ് ചേർത്ത് തയ്യാറാക്കിയാൽ മതി. പിന്നെ
ഇല്ലെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നല്ലപോലെ എണ്ണയിലൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നാൽ ഈ തോരന് നല്ല ടേസ്റ്റായിരിക്കും. പച്ചില തോരൻ ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. മിക്സിയുടെ ജാറിൽ വെച്ചൊരു ഒന്ന് കറക്കിയെടുത്താൽ മതി. ഞാൻ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിരുന്നേ, അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. ഇത് നല്ലപോലെ ഇളക്കി ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. വലിയ തീയായാൽ ചിലപ്പോൾ അടി പിടിച്ചു പോകും ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട്. ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അടി പിടിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഇലക്കറികളൊന്നും കൂടുതൽ സമയത്ത് വേവിച്ചെടുക്കണ്ട. ഒന്നുകൂടെ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. നല്ല ഹെൽത്തി തോരനാട്ടോ, നല്ല ടേസ്റ്റാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വീഡിയോക്ക് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.